ഹരി ഉറങ്ങിയിട്ട് ദിവസങ്ങളാവുന്നു. 3-4 ദിവസങ്ങൾ കൂടുമ്പോൾ ഒന്നുറങ്ങും. പിന്നെ അടുത്ത ഉറക്കത്തിനായുള്ള കാത്തിരിപ്പാണ്. ഭൂമിയിൽ മരണത്തിനോളം അനിശ്ചിതത്വം പ്രണയത്തിന് മാത്രമല്ല ഉറക്കത്തിനുമുണ്ടെന്ന് അവൻ ചിന്തിക്കുന്നു. അത് തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട കൂട്ടുകാരനോട് പറയണമെന്ന തോന്നലിലായിരുന്നിരിക്കണം ഹരി അപ്പോൾ കിടക്കയിൽ നിന്ന് എഴുന്നേറ്റത്. മുകളിൽ സ്വന്തമായി അല്പം കാറ്റ് നിർമ്മിക്കാനുള്ള കഴിവ് നഷ്ടപ്പെട്ട് ഫാൻ വിങ്ങി വിങ്ങി കരഞ്ഞുകൊണ്ടിരുന്നു. പ്രിയപ്പെട്ട റോഷ, നിനക്ക് വേണ്ടിയാണ് ഞാനിന്ന് എഴുതുന്നത്. ഇപ്പോൾ ഇവിടെ കിടന്നപ്പോൾ മനസ്സിൽ വന്നൊരു വരി, അത് നിന്നോട് പറയണമെന്ന് തോന്നി. ആരോ എഴുതിയിട്ടില്ലേ, ഭൂമിയിൽ പ്രണയത്തിനേക്കാൾ അനിശ്ചിതത്വം മരണത്തിനാണെന്ന്. അതോ തിരിച്ചായിരുന്നോ? അറിയില്ല. ഞാനതിൽ ഉറക്കമെന്ന് കൂടി ചേർക്കണമെന്ന് ആഗ്രഹിക്കുന്നു. ലോകത്തിൽ പ്രണയത്തിനോളം അനിശ്ചിതത്വം മരണത്തിന് മാത്രമല്ല, ഉറക്കത്തിന് കൂടിയുണ്ട്. ഞാൻ ഈ വരി ഭൂമിയിൽ അല്പം ഉറക്കത്തിന് വേണ്ടി സമരം ചെയ്യുന്നവർക്ക് വേണ്ടി സമർപ്പിക്കും. അവർ ഈ വരി അവരുടെ സമ്മേളനങ്ങളിൽ ഉറക്കെ പാടും, അവരുടെ മുദ്രാവാക്യമാക്കും. അവരുടെ അന്തിച്ചർച്ചകൾക്കിടയിൽ സിഗരറ്റിനും മദ്യത്തിനുമൊപ്പം അവർ എൻ്റെ വരികൾ ഓർക്കും. ഒടുവിൽ അവർ ഉറങ്ങുന്ന ദിവസം അവരുടെ കുഴിമാടത്തിനു മുകളിൽ ഈ വരികൾ കൊത്തിവെക്കും. എന്നെങ്കിലും ഒരിക്കൽ ഈ വരികൾ നിന്നെയും കാണിക്കും എന്ന വിശ്വാസത്തോടെ, നിന്റെ ഹരി. കുറേ നാളുകൾക്ക് ശേഷം ഇന്നാണ് ഹരി ഡയറി എഴുതുന്നത്. ഈയിടെയായി ഒന്നും എഴുതാൻ കഴിയാറില്ല, തോന്നുന്നില്ല, അത്ര തന്നെ. ഗവൺമെൻറ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂൾ, തൈക്കാട്. ഹരിയുടെ 10ാം ക്ലാസ് ഫോട്ടോ. അതാണ് അയാളിങ്ങനെ നോക്കി നിൽക്കുന്നത്. മങ്ങിയതെങ്കിലും ആവശ്യത്തിന് തെളിച്ചമുള്ള ഒരു ചിത്രം. ഓർക്കാൻ ആഗ്രഹമില്ലാത്ത സമയങ്ങളാണ് ഹരിക്കവ. അല്ലെങ്കിലും ചില ഫോട്ടോകൾ, ചില പേരുകൾ, ചില സ്ഥലങ്ങൾ, അവ എന്ന് കണ്ടാലും കേട്ടാലും ഒട്ടും മടിയില്ലാതെ നമ്മെ ഓർമ്മകളുടെ ചതുപ്പിലേക്ക് ചവിട്ടിയിടാറുണ്ട്. അവിടുന്ന് കരകയറാൻ നമ്മൾ കഷ്ടപ്പെടുന്നത് ആരും കണ്ടിട്ടില്ല, കണ്ടവരൊന്നും സഹായിച്ചിട്ടുമില്ല.
ചിന്തകൾ അവ നട്ടുച്ചയ്ക്ക് കിടക്കയിൽ വരുന്ന ചെറിയ ഉറുമ്പുകളെ പോലെയാണ്. എവിടെ നിന്ന് വന്നുവെന്നോ എത്രയുണ്ടെന്നോ എങ്ങോട്ട് പോകുമെന്നോ ആർക്കും അറിയില്ല. അറിയാവുന്നത് അവ നമ്മെ വേദനിപ്പിക്കുമെന്ന് മാത്രം. ഹരിക്ക് ആ ദിവസം നല്ലതുപോലെ ഓർമ്മയുണ്ട്. ജനുവരി 13, 2014. ജീവിതത്തിൽ ആദ്യമായി ഒരു പെൺകുട്ടിയോട് ഇഷ്ടം തോന്നിയത് തുറന്നു പറയാൻ തീരുമാനിച്ച ദിവസം. അതിന് ധൈര്യമില്ലാത്തതിനാൽ വഴിയിൽ വെച്ച് കണ്ടാൽ ചിരിക്കുക മാത്രം ചെയ്തിട്ടുള്ള, ഒന്ന് മിണ്ടിയിട്ടുകൂടിയില്ലാത്ത കുട്ടിയുടെ സഹായം തേടിയ ദിവസം. സ്വാഭാവികമായും മറുപടി നോ എന്നാണെന്നുള്ളത് ശരീരത്തിൻ്റെയും മുഖത്തിൻ്റെയും വൃത്തിയില്ലായ്മയെക്കുറിച്ചുള്ള അവളുടെ പരിഹാസങ്ങളും ഒരു 16-കാരനെ നല്ലപോലെ ബാധിച്ചെങ്കിലും കളിയാക്കിയ ആളുകൾക്കൊപ്പം അവനും ചിരിച്ചു. അന്ന് രാത്രി ഡയറി എഴുതുമ്പോൾ നെഞ്ചു നീറുന്നത് ഹരി നന്നായി അറിഞ്ഞു. പക്ഷേ ഒന്നാലോചിക്കുമ്പോൾ സങ്കടമുണ്ടായില്ല. ഇതിനു മുന്നേ എത്രയോ തവണ നെഞ്ചു നീറി ഡയറി എഴുതിയിരിക്കുന്നു. കണ്ണുകൾ നിറഞ്ഞ് അക്ഷരങ്ങൾ മങ്ങി ഡയറിയിൽ വീണ കണ്ണുനീർ അക്ഷരങ്ങളെയും കരയിപ്പിച്ച ദിവസങ്ങൾ. അന്നൊരിക്കൽ മുൻബെഞ്ചിലിരിക്കുമ്പോൾ എന്തോ കുസൃതിക്ക് ടീച്ചർ എഴുന്നേൽപ്പിച്ച് നിർത്തിയപ്പോൾ കൂടെ ഇരുന്നവൻ, തോളിൽ കൈയിട്ട് നടന്നവൻ, ഒരു ഞൊടിയുടെ പകുതി കൊണ്ട് നിക്കർ വരച്ച് താഴ്ത്തിയതും ക്ലാസ്സിലെ മുഴുവൻ കുട്ടികൾ ചേർന്ന് നിന്ന് ചിരിച്ചതും അത് കണ്ടു നിന്ന ടീച്ചർ ചോക്കുപൊടി വായിൽ പോവാതെ കഷ്ടപ്പെട്ട് ചിരിച്ചതുമൊക്കെ ഹരിയുടെ ഓർമ്മകളിൽ പഴുത്ത് നീറുന്നുണ്ട്. അന്ന് ഹരിയെ വേദനിപ്പിച്ചത് നിക്കറിനെ കൂട്ടി യോജിപ്പിച്ച് അമ്മയുടെ പഴയ സാരിയിലെ പിന്നിൻ്റെ തുരുമ്പിച്ച അറ്റം കൊണ്ട് വയറ് കീറിയതായിരുന്നില്ല. 36 കുട്ടികൾക്കും ഒരു സ്ത്രീയുടെയും മുന്നിൽ സ്വന്തം കൂട്ടുകാരൻ്റെ ക്രൂരമായ തമാശയ്ക്ക് ഇരയാക്കപ്പെട്ടതായിരുന്നു. കണ്ടിരുന്ന അധ്യാപിക തൻ്റെ മുന്നിൽ ലോകം മുഴുവൻ ഇടിഞ്ഞു വീണുകൊണ്ടിരിക്കുന്ന കൊച്ചുകുട്ടിക്കൊപ്പം ചേരാതെ ഭൂരിപക്ഷത്തിനൊപ്പം ചേർന്നതായിരുന്നു. അന്ന് വൈകുന്നേരം വീട്ടിലെത്തിയ ഹരിയെ അമ്മയുണ്ടാക്കിയ പലഹാരങ്ങളൊന്നും സന്തോഷിപ്പിച്ചില്ല. അന്നു മുതൽ പിന്നീട് ഇങ്ങോട്ട് പലപ്പോഴും. പ്രിയപ്പെട്ട റോഷ, എനിക്ക് ഇനിയും നിന്നോട് കുറേ കാര്യങ്ങൾ സംസാരിക്കാൻ തോന്നുന്നു. എന്താണെന്നറിയില്ല, വെറുതെ ഓരോരോ കാരണങ്ങൾ. ഞാൻ നമ്മുടെ 10ാം ക്ലാസ്സിലെ ഫോട്ടോ കാണാനിടയായി. ഫോട്ടോ കണ്ടപ്പോൾ പഴയ ഓർമ്മകളൊക്കെ പെട്ടെന്ന് കയറി വന്നു. കുറേ ഓർമ്മകൾ അവ വിളിക്കാതെ വന്ന അതിഥികളെ പോലെയാണ്. പെട്ടെന്നൊന്നും തിരിച്ചു പോവില്ല. മാത്രമല്ല, സുഖകരമായൊരു അനുഭവമായിരിക്കില്ല അത്. ഇതൊക്കെ ഓർമ്മകളാണ് ഹരിയെ എന്നായിരിക്കും നീ എന്നോട് ചോദിക്കാൻ പോകുന്നതെന്ന് എനിക്കറിയാം. പക്ഷേ അതിനുള്ള മറുപടി എൻ്റെ കയ്യിലില്ല. ഇല്ലാഞ്ഞിട്ടല്ല, പറയാൻ മാറ്റിച്ചിട്ടാണ്. അവ എന്നിൽ ഗൃഹാതുരത്വം നിറയ്ക്കുന്നില്ല. അവ എന്നെ കുട്ടിക്കാലത്തേക്ക് തിരിച്ചു പോവാൻ കൊതിപ്പിക്കുന്നുമില്ല. അവ എനിക്ക് സമ്മാനിക്കുന്നത് അത്രയും സങ്കടങ്ങളും ഉയരുന്ന നെഞ്ചിടിപ്പ് മാത്രമാണ്. പക്ഷെ എനിക്ക് നിന്നോട് കുറേ സംസാരിക്കണം, അല്ലെങ്കിൽ ഞാൻ മരിച്ചു പോകുമെന്ന് തോന്നുന്നു. കുറച്ച് ദിവസമായി മരണം മാത്രമാണ് മനസ്സിൽ. ജീവിതത്തിൽ നിന്ന് രക്ഷപ്പെടാനല്ല, ഈ ഓർമ്മകളെ ഇല്ലാതാക്കാനാണ്.
നിനക്ക് ഓർമ്മയുണ്ടോ ഞാൻ കരഞ്ഞു തീർത്ത ദിവസങ്ങൾ? ക്ലാസ്സിലോ സ്കൂളിലോ അറിയപ്പെടാതെ പോയതിൻ്റെ വിഷമത്തിൽ കരഞ്ഞ ദിവസങ്ങൾ. പേരിനും പ്രശസ്തിക്കും ഒന്നും ആയിരുന്നില്ല, ഒറ്റയ്ക്കാകുന്ന പേടി കൊണ്ടായിരുന്നു. ക്ലാസ്സിൽ ചോദ്യം ചോദിക്കുമ്പോഴല്ലാതെ ആരാലും ഓർമ്മിക്കപ്പെടാതിരുന്ന ദിവസങ്ങൾ എത്രയായിരുന്നു. പെൺകുട്ടികളിലൊരാൾ ക്ലാസ്സിലെ കുട്ടികളെ പറ്റി രസകരമായൊരു ലേഖനം എഴുതിയപ്പോൾ അതിലേറ്റവും ചെറിയ വിവരണം തന്നെ പറ്റിയുള്ളതാണെന്ന് മനസ്സിലാക്കുമ്പോഴുള്ള ഐഡൻറ്റിറ്റി ക്രൈസിസ് വളരെ വലുതായിരുന്നു റോഷ. അന്ന് ഞാൻ കരഞ്ഞു. ഇങ്ങനെ എത്ര കുട്ടികളായിരിക്കും ഓരോ സ്കൂളിലും ഒറ്റപ്പെട്ടു പോയിണ്ടാവുക. ആരാലും അറിയപ്പെടാതെ പോയവർ, ക്ലാസ്സിലെ ഒരു കുട്ടിയുടെ പോലും ഓട്ടോഗ്രാഫിൽ ക്ഷണിക്കപ്പെടാതെ പോയവർ, ക്ലാസ്സിലുണ്ടായിരുന്നു എന്ന ഓർമ്മയിൽ പോലും ഇല്ലാതെ ജീവിച്ചവർ, ക്ലാസ് ഫോട്ടോയുടെ ഏതെങ്കിലും മൂലയിൽ ചുരുങ്ങിയവർ. വർഷങ്ങൾ കഴിഞ്ഞ് ഫോട്ടോ ചൂണ്ടിക്കാട്ടി പേര് ഓർത്തെടുക്കുക പോലും ചെയ്യാതെ കൈവിരൽ നീണ്ടുപോകും ക്ലാസ്സിലെ ഏറ്റവും പ്രസിദ്ധമായ കുട്ടിയിലേക്ക്. പഠിച്ച് മാർക്ക് വാങ്ങിയാലും അത് കോപ്പിയാണെന്ന് ടീച്ചർ തന്നെ പറയുന്നത് കേട്ട് ആത്മാഭിമാനം തന്നെ നഷ്ടപ്പെട്ടവർ. നമ്മൾ അവരെപ്പറ്റി ഓർക്കാറുണ്ടോ? നമ്മളവരെ കാണാറുണ്ടോ? നമ്മളവരെ ചേർത്ത് പിടിക്കാറുണ്ടോ? അങ്ങനെ എത്ര കുട്ടികളായിരിക്കും ഇന്ന് ഈ ലോകത്ത് ഉറക്കം കിട്ടാതെ സമരം ചെയ്യുന്നത്. എടോ റോഷ, നമുക്കവരെ ചേർത്ത് പിടിക്കണം, ഒപ്പം കൂട്ടണം. ക്ലാസ്സിലുള്ളവരോട് ഉറക്കെ വിളിച്ചു പറയണം, ഇതാണ് എൻ്റെ കൂട്ടുകാരനെന്ന്. ഞാൻ മുഷിപ്പിക്കുന്നില്ല, എന്നെങ്കിലും കാണാമെന്ന വിശ്വാസത്തോടെ. ഹരി. എല്ലാ ഓർമ്മകളും വന്നുപോയപ്പോഴും ഓരോ ഓർമ്മ മാത്രം തളം കെട്ടിക്കിടന്നു. മെയ് 9, 2018. വിഷാദത്താൽ റോഷൻ ആത്മഹത്യ ചെയ്ത ദിവസം. ഹരി അന്ന് രാത്രി പതിവിലും ഉറക്കെ കരഞ്ഞു. അവൻ ഇതുവരെ അനുഭവിച്ചതിലും ഇരട്ടി വേദന അനുഭവിച്ചു. അപ്പോഴും ഹരി ഉറക്കത്തിനു വേണ്ടി സമരം ചെയ്തുകൊണ്ടേയിരുന്നു. സമരസഖാക്കൾ ഭൂമിയിൽ പ്രണയത്തിനോളവും മരണത്തിനോളവും അനിശ്ചിതത്വം ഉറക്കത്തിനുമുണ്ടെന്ന് ഓർമ്മിപ്പിച്ചു. ഫാൻ നഷ്ടമായ കഴിവിനെ ഓർത്ത് കരഞ്ഞുകൊണ്ടേയിരുന്നു. Sing me to sleep, sing me to sleep. I'm tired and I want to go to bed. Sing me to sleep, sing me to sleep. And then leave me alone. Don't try to wake me in the morning, 'cause I will be gone. Don't feel bad for me, I want you to know. Deep in the cell of my heart, I will feel so glad to go.